എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. The book of the generation of Jesus Christ, the son of David, the son of Abraham. നമ്മളിൽ എത്ര പേർക്ക് ഇങ്ങനെ ഒരു വംശാവലി എഴുതാൻ പറ്റും? മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. ഏകദേശം 4200 വർഷത്തിൻ്റെ തലമുറകൾ, 4200 വർഷത്തിൻ്റെ പഴക്കം ചെന്ന പിതാക്കന്മാരുടെ ഒരു വലിയ ലിസ്റ്റ് മത്തായി എഴുതിയിരിക്കുന്ന സുവിശേഷത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്നാം ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഏത് ഒരു യുഗപുരുഷനെ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും? ഇതിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള പരിശുദ്ധാത്മാവ് സധൈര്യം വളരെ ശക്തിയോടുകൂടി വെളിപ്പെടുത്തുന്നു, യേശുക്രിസ്തു, എൻ്റെ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ പാപം ചുമക്കാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് മനുഷ്യ ശരീരമെടുത്ത് ഈ ലോകത്തിൽ ഒരു ശിശുവായിട്ട് പിറന്നു എന്നതിനുള്ള സധൈര്യവും ശക്തിയുമായിട്ടുള്ള ആദ്യത്തെ അനേക തെളിവുകളുണ്ടെങ്കിലും അതിലെ ആദ്യത്തെ തെളിവാണ് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് തുടങ്ങുന്ന ഈ വലിയ ഭാഗം. എൻ്റെ കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.